നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പാക് അധീന കശ്മീരിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടക്കുകയാണ്. ചെറിയ രീതിയിൽ തുടങ്ങിയ പ്രതിഷേധം ഇപ്പോൾ അത് വളരെ മരണത്തിലേക്കും അതുപോലെ തന്നെ യാതൊരു തരത്തിലും അത് ആളുകളെ ഒരു തരത്തിലും പിന്തിരിപ്പിക്കാൻ സാധിക്കാത്ത രീതിയിലും ചെന്നെത്തി നിൽക്കുകയാണ്. പാക് അധീന കശ്മീരിൽ പാകിസ്ഥാൻ സർക്കാരിനെതിരെ നടക്കുന്ന പ്രതിഷേധങ്ങളാണ് ഇപ്പോൾ ഓരോ ദിവസം കഴിയും തോറും വളരെ അക്രമാസക്തമായി മാറിക്കൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാൻ സർക്കാർ പാക് അധീന കശ്മീരിനോട് പുലർത്തുന്ന അവഗണനയിൽ പ്രതിഷേധിച്ചും അവകാശങ്ങൾ ചോദിച്ചും ജനങ്ങൾ പ്രക്ഷോഭം തുടങ്ങി ഇപ്പോൾ തെരുവിലിറങ്ങിയിരിക്കുകയാണ്. പാക് സൈന്യത്തിന്റെയും ചാരസംഘടനയായ ISIയുടെയും പിന്തുണയുള്ള മുസ്ലിം കോൺഫറൻസ് പാർട്ടി പ്രവർത്തകർ ഇവർക്ക് നേരെ നടത്തിയ വെടിവയ്പിൽ 2 മരണം കൂടി സംഭവിച്ചിരിക്കുകയാണ്. 22 പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. ആയുധധാരികൾ കാറുകളിലെത്തി വെടിവെക്കുന്ന ദൃശ്യങ്ങൾ പുറത്തായിട്ടുണ്ട്. സൈന്യവും വെടിവയ്പ് നടത്തിയെങ്കിലും നിയമവാഴ്ചയില്ലാത്ത അവസ്ഥയാണിവിടെ. ഇന്നലെ മുസാഫറാബാദിലായിരുന്നു സംഭവം നടന്നത്. പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനെതിരെയും മൗലികാവകാശ നിഷേധത്തിൽ പ്രതിഷേധിച്ചും അവാമി ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൂറുകണക്കിന് ജനങ്ങളാണ് തെരുവിലിറങ്ങിയത്. മാർക്കറ്റുകളും കടകളും അടച്ചു, ഗതാഗതം സ്തംഭിച്ചു. മിർപൂർ, കോട്ട്ലി, നീലം ജില്ലകളിൽ വ്യാപക പ്രതിഷേധം നടന്നു. കഴിഞ്ഞ ദിവസം ഖൈബർ പഖ്തൂൺഖ പ്രവിശ്യയിൽ പാക് വ്യോമസേന നടത്തിയ ബോംബാക്രമണത്തിൽ സ്ത്രീകളും കുട്ടികളും അടക്കം 30 പേരായിരുന്നു കൊല്ലപ്പെട്ടിരുന്നത്. ഭീകര കേന്ദ്രങ്ങളെയാണ് ലക്ഷ്യമിട്ടതെങ്കിലും ജനവാസ കേന്ദ്രങ്ങളാണ് തകർന്നിരിക്കുന്നത്. പാക് ഭരണകൂടം സാധാരണക്കാരെ വേട്ടയാടുന്നത് കാട്ടിക്കൊണ്ട് മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ PTI അടക്കം പാർട്ടികൾ പ്രതിഷേധം ശക്തമാക്കിയതിന് പിന്നാലെയാണ് പാക് അധീന കശ്മീരിലും ജനങ്ങൾ തെരുവിലിറങ്ങിയത്. കശ്മീരി അഭയാർത്ഥികൾക്കായി സംവരണം ചെയ്തിട്ടുള്ള 12 നിയമസഭാ സീറ്റുകൾ റദ്ദാക്കുക, സബ്സിഡികൾ നടപ്പാക്കുക, വിലക്കയറ്റത്തിന് പരിഹാരം കാണുക എന്നതടക്കം 38 ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രക്ഷോഭം നടക്കുന്നത്. സംവരണ സീറ്റുകളുടെ മറവിൽ പാക് അധീന കശ്മീരിന്റെ രാഷ്ട്രീയത്തിൽ പാക് സർക്കാർ അനാവശ്യമായി കൈകടത്തുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നതായി പ്രക്ഷോഭകർ പറയുന്നു. ജനങ്ങളുടെ ക്ഷമ നശിച്ചു എന്ന സന്ദേശമാണ് പ്രക്ഷോഭത്തിലൂടെ നൽകുന്നതെന്നും ശക്തമായ സമരമാർഗം സ്വീകരിക്കുമെന്നും AIC മുന്നറിയിപ്പ് നൽകി. പ്രക്ഷോഭം അടിച്ചമർത്താൻ പഞ്ചാബ് പ്രവിശ്യയിൽ നിന്ന് ആയിരക്കണക്കിന് പാരാമിലിറ്ററി റേഞ്ചർമാർ എത്തിയിട്ടുണ്ട്. ഇസ്ലാമാബാദിൽ നിന്ന് 1000-ലധികം സൈനികരെയും വിന്യസിച്ചിട്ടുണ്ട്. അതായത് ഓരോ ദിവസം കഴിയുന്തോറും കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന കാഴ്ചയാണ് POKയിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. ആയുധധാരികളായ സൈനികർ തെരുവുകളിൽ പട്രോളിംഗ് നടത്തുന്നു. മേഖലയിൽ ഇന്റർനെറ്റിനടക്കം നിയന്ത്രണം ഏർപ്പെടുത്തി. ഇക്കഴിഞ്ഞ മെയിലും അവകാശ ലംഘനത്തിന്റെ പേരിൽ മേഖലയിൽ പ്രതിഷേധം പൊട്ടിപ്പുറപ്പെട്ടിരുന്നു. മൗലികാവകാശ നിഷേധത്തിനെതിരെ അവാമി ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അന്ന് മേഖലയിൽ പ്രതിഷേധങ്ങൾ അരങ്ങേറിയത്. പാകിസ്ഥാനിൽ താമസിക്കുന്ന കശ്മീരി അഭയാർത്ഥികൾക്കായി സംവരണം ചെയ്തിരിക്കുന്ന അസംബ്ലിയിലെ 12 സീറ്റുകൾ നിർത്തലാക്കുന്നത് ഉൾപ്പെടെയുള്ള 38 പ്രധാന ആവശ്യങ്ങളാണ് പ്രതിഷേധക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. നിലവിലെ സംവരണം പ്രാതിനിധ്യ ഭരണത്തെ ദുർബലപ്പെടുത്തുന്നുവെന്ന് പ്രദേശവാസികളും കുറ്റപ്പെടുത്തി. 70 വർഷത്തിലേറെയായി നമ്മുടെ ജനങ്ങൾക്ക് നിഷേധിക്കപ്പെട്ട മൗലിക അവകാശങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങളുടെ സമരമെന്നാണ് AIC നേതാവ് ഷൗക്കത്ത് നവാസ് മിർ പറഞ്ഞിരിക്കുന്നത്. പ്രതിഷേധങ്ങളുടെ ഭാഗമായി മേഖലയിലെ മാർക്കറ്റുകൾ, കടകൾ, പ്രാദേശിക ബിസിനസ്സുകൾ എന്നിവ പൂർണ്ണമായും അടച്ചിടുകയും ഗതാഗത സേവനങ്ങൾ നിർത്തലാക്കുകയും ചെയ്തു. ഇത് സാധാരണ ജീവിതത്തെയും സാമ്പത്തിക പ്രവർത്തനങ്ങളെയും സാരമായി ബാധിച്ചു. പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ ഭരണകൂടം പ്രതിഷേധങ്ങളോട് കടുത്ത നിലപാട് സ്വീകരിച്ചതായിട്ടാണ് സൂചന. ഷൗക്കത്ത് നവാസ് മിർ പ്രക്ഷോഭത്തെ പ്ലാൻ A എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ജനങ്ങളുടെ ക്ഷമ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അധികാരികൾ ഇപ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പ്ലാൻ D പോലുള്ള ശക്തമായ നടപടികൾ ഉണ്ടാകുമെന്നും മുന്നറിയിപ്പ് നൽകിയിരുന്നു. പ്രതിഷേധങ്ങൾ അടിച്ചമർത്തുന്നതിനായി പാകിസ്ഥാൻ ഭരണകൂടം ശക്തമായ സൈനിക നടപടികളും സ്വീകരിച്ചു. പാക് പട്ടണങ്ങളിലൂടെ ആയുധധാരികളായ സൈനിക സംഘങ്ങൾ ഫ്ളാഗ് മാർച്ചുകൾ നടത്തിയതായും അയൽരാജ്യമായ പഞ്ചാബ് പ്രവിശ്യയിൽ നിന്ന് ആയിരക്കണക്കിന് സൈനികരെ പ്രതിഷേധ മേഖലയിലേക്ക് കൊണ്ടുവന്നതായി പാക് വാർത്താ വെബ്സൈറ്റായ ഡോൺ റിപ്പോർട്ട് ചെയ്തു. തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ നിന്ന് 1000 സൈനികരെ കൂടി അവിടേക്ക് അയച്ചിട്ടുണ്ടെന്നും ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. കൂടാതെ മേഖലയിൽ ഇന്റർനെറ്റ് സേവനങ്ങൾ നിയന്ത്രിക്കുകയും ചെയ്തിട്ടുണ്ട്. പാക് അധിനിവേശ കശ്മീരിൽ വർദ്ധിച്ചുവരുന്ന ജനരോഷം പാകിസ്ഥാൻ ഭരണകൂടത്തിന് ഒരു പുതിയ തലവേദനയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്.
മൗലിക അവകാശങ്ങളുടെ ലംഘനത്തിനും പ്രാതിനിധ്യത്തിലുള്ള കുറവിനുമെതിരെ ഉയർന്നുവരുന്ന ഈ പ്രതിഷേധങ്ങൾ മേഖലയുടെ രാഷ്ട്രീയ സ്ഥിരതയെ ചോദ്യം ചെയ്യുന്നതായി വിലയിരുത്തപ്പെടുന്നു. അതേസമയം താഴ്വരയിൽ ഷഹബാസ് ഷെരീഫ് സർക്കാർ ഇന്റർനെറ്റ്, ഫോൺ സേവനങ്ങൾ നിർത്തിവെച്ചിരിക്കുകയാണ്. പ്രദേശത്ത് പ്രതിഷേധങ്ങൾ ആരംഭിച്ചതിനാൽ മിക്ക കടകളും അടച്ചിട്ടിരിക്കുകയാണ്. റോഡുകളും ഇപ്പോൾ തടസ്സപ്പെട്ടിരിക്കുന്നുണ്ട്. പ്രതിഷേധ പരിപാടിക്ക് JK ആക്ഷൻ കമ്മിറ്റി പ്രസിഡന്റ് ഷൌക്കത്ത് നവാസ് പിർ മുസാഫർബാദിൽ നേതൃത്വം നൽകി. സർക്കാർ പ്രതിഷേധക്കാരെ ലക്ഷ്യം വെച്ചതായി അദ്ദേഹം ആരോപിച്ചു. ഈ സമയത്ത് സർക്കാർ ആളുകളെ കൊല്ലാൻ ശ്രമിച്ചിരിക്കുന്നു. സംസ്ഥാന സ്ഥാപനങ്ങൾ, സംസ്ഥാന സർക്കാർ, സംസ്ഥാന ഭരണകൂടം, ഗുണ്ടകൾ, തീവ്രവാദികൾ എല്ലാവരും ഒരുമിച്ച് സാധാരണക്കാരെ വേട്ടയാടുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. കൂടാതെ സംസ്ഥാനത്ത് ആളുകൾ കൊല്ലപ്പെടുമ്പോഴും നമ്മുടെ പാകിസ്ഥാൻ മാധ്യമങ്ങൾ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുകയാണെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. പ്രധാനമായും മിർപൂർ, കോട്ട്ലി, മുസാഫറാബാദ് എന്നിവിടങ്ങളിലാണ് ബന്ദുകളും റാലികളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ധാരാളം ആളുകൾ അവരുടെ അവകാശങ്ങൾ ആവശ്യപ്പെട്ട് ഒത്തുകൂടിയിട്ടുണ്ട്. നീതിക്കായുള്ള തങ്ങളുടെ ആവശ്യങ്ങൾ അധികാരികൾ അവഗണിച്ചതായി പ്രതിഷേധക്കാർ ആരോപിച്ചു. സമീപ വർഷങ്ങളിലെ ഏറ്റവും തീവ്രമായ പൊതുജന രോഷ തരംഗങ്ങളിലൊന്നായി ഇന്നലത്തെ പ്രതിഷേധങ്ങൾ മാറിയിരിക്കുകയാണ്. ഷട്ടർ ഡൗൺ ആൻഡ് വീൽ ജാം എന്ന പേരിലാണ് പണിമുടക്കം പ്രക്ഷോഭവും പ്രഖ്യാപിച്ചത്. സമീപകാലത്തെ ഏറ്റവും വലിയ പ്രതിഷേധമാണ് അരങ്ങേറുന്നതെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പാകിസ്ഥാൻ സർക്കാർ നിറവേറ്റണമെന്ന് ആഗ്രഹിക്കുന്ന 38 പോയിന്റ് ചാർട്ടർ സമരക്കാർ അവതരിപ്പിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ശനിയാഴ്ച നടത്തിയ ചർച്ച പരാജയപ്പെട്ടു. ഇതോടെയാണ് പ്രത്യക്ഷ സമരത്തിലേക്ക് എത്തിയത്. രാജ്യത്തിനകത്ത് താമസിക്കുന്ന കശ്മീരി അഭയാർത്ഥികൾക്ക് പാക് അധീന കശ്മീരിലെ നിയമസഭയിൽ 12 സീറ്റുകൾ അനുവദിച്ചിട്ടുള്ളത് നിർത്തലാക്കണമെന്നും പ്രക്ഷോഭകാരികൾ പ്രധാനമായി ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രാദേശിക ഭരണത്തിന്റെ കാര്യക്ഷമത ഇതിനെ ബാധിക്കുന്നതായും AAC, അതായത് അവാമി ആക്ഷൻ കമ്മിറ്റി കുറ്റപ്പെടുത്തി. സബ്സിഡി നിരക്കിൽ ഭക്ഷ്യധാന്യങ്ങൾ അനുവദിക്കുക, ന്യായമായ വൈദ്യുതി നിരക്ക്, ജലവിതരണത്തിലെ കൃത്യത, സർക്കാർ വാഗ്ദാനം ചെയ്ത പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുക എന്നിവയാണ് മറ്റ് മുഖ്യ ആവശ്യങ്ങൾ. 70 വർഷത്തിലധികമായി ജനങ്ങൾക്ക് നിഷേധിക്കപ്പെട്ട മൗലിക അവകാശങ്ങൾക്ക് വേണ്ടിയാണ് സമരമെന്നും AAC നേതാവ് ഷൌക്കത്ത് നവാസ് മിർ പറഞ്ഞു. കഴിഞ്ഞ മെയ് മാസത്തിലും സബ്സിഡിയുള്ള മാവും വൈദ്യുതിയും ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രദേശത്ത് നിരവധി ബന്ദുകളും പ്രകടനങ്ങളും നടന്നിട്ടുണ്ടായിരുന്നു. പിയോക്കിയിലെ മിർപൂർ ജില്ലയിലുള്ള മംഗ്ല അണക്കെട്ട് വഴി പ്രാദേശികമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനാൽ പിയോക്കിയിലെ ജനങ്ങൾക്ക് കുറഞ്ഞ വിലയ്ക്ക് വൈദ്യുതി ലഭിക്കണമെന്നും പ്രകടനക്കാർ ആ സമയത്ത് പറഞ്ഞു. അധികമായി സുരക്ഷാ സേനയെ വിന്യസിച്ചിട്ടുണ്ട്. സുരക്ഷ മുൻനിർത്തി പ്രധാന പാതകളിൽ ചിലത് അടച്ചു. ഇസ്ലാമാബാദിൽ നിന്ന് 1000 പോലീസ് ഉദ്യോഗസ്ഥരെ കൂടി പ്രക്ഷോഭക്കാരെ നേരിടാനായി അയച്ചിട്ടുണ്ട്. ഏതായാലും ഇതുവരെയായിട്ടും പ്രതിഷേധങ്ങൾ നിയന്ത്രണ വിധേയമാക്കാനായിട്ട് സർക്കാരിനെ കൊണ്ട് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ സൈന്യമാണ് അവിടെ മേഖലയിലൊക്കെ തന്നെ പെട്രോളിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസം കഴിയുന്തോറും പ്രതിഷേധക്കാർ അക്രമാസക്തമായിക്കൊണ്ടാണ് തെരുവിലിറങ്ങി പ്രതിഷേധിക്കുന്നത്.